മച്ചന്മാരെ മീനുകളുടെ ആക്ടിവിറ്റി അടിയും ശരിക്കും കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ചൂണ്ടക്കാരെല്ലാം ഇവിടെ ബെയ്റ്റ് ഇറക്കിയിരിക്കുന്നത്. 3 ചൂണ്ടക്കാരും ഒരുമിച്ച് നിന്നാണ് ഇവിടെ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബെയ്റ്റ് ഒരേ സ്ഥലത്ത് തന്നെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ചെമ്മീൻ്റെ സ്മെല്ല് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് മീനുകൾ മാറത്തില്ല. ശരിക്കും പ്രൊഡേറ്റർ മീനുകളായ ചെപ്പേരി, ഏരി, ഹമ്മൂർ പോലുള്ള മീനുകൾ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ അശ്വിൻ കെയർഫുള്ളായിട്ട് ലൈൻ നോക്കി നിൽക്കുകയാണ്. ഒരു നല്ലൊരു വലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്ത് മീനെ ലോക്കാക്കും. 10 അടിയുടെ പോളോഡാണ് അശ്വിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2 കിലോ വരുന്ന മീനെ വരെ നമുക്ക് ഈ പോളോഡിൽ പിടിക്കാനായിട്ട് പറ്റും. അതിലും വലിയ മീനൊക്കെ കയറി പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പോളോഡ് വട്ടം ഒടിച്ചു കളയാൻ സാഹചര്യമുണ്ട്. അതുകൊണ്ട് നല്ല ചിമിട്ട മീനുകളൊക്കെ ഉള്ള സ്പോട്ടാണെങ്കിൽ നമ്മൾ പോളോഡ് ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കുറേ ചൂണ്ടക്കാരുടെ പോളോഡുകൾ ഈ സ്ഥലങ്ങളിലൊക്കെ വട്ടം ഒടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ അടുത്ത ബെയ്റ്റ് ഇറക്കിയിട്ട് കെയർഫുള്ളായിട്ട് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ രമേശൻ ചേട്ടനും ഷംസുദ്ദീൻ ചേട്ടനും ബെയ്റ്റ് ഇറക്കി വെയിറ്റിങ്ങിലാണ്. ആരുടെ ചൂണ്ടയിലാണ് ഇനി അടുത്തടി പൊട്ടുകയെന്ന് മാത്രം നോക്കിയാൽ മതി. മീനുകൾ ശരിക്കും നമ്മുടെ ബെയ്റ്റിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. രാവിലെ സമയത്ത് വേട്ടയ്ക്കായിട്ട് വരികയാണെങ്കിൽ ചന്നം പിന്നെ നമുക്ക് ഇതുപോലെ ചെമ്മീൻ ഇറക്കി മീനുകളെ ഇവിടുന്ന് അടിച്ചു കയറ്റാനായിട്ട് പറ്റും. മച്ചന്മാരെ നമ്മുടെ അശ്വിൻ്റെ ചൂണ്ടയിൽ അടുത്തടി പൊട്ടിയിരിക്കുകയാണ്. എന്ത് മീനാണെന്നൊരു പിടുത്തമില്ല. അതേപോലെ മീൻ മുങ്ങി. ഓ ചെപ്പേരി ഒരു തകർപ്പൻ ചെപ്പേരി. ഓ സൈസ് നല്ല തകർപ്പൻ ഒരു ചെപ്പേരിനെ അശ്വിൻ അടിച്ച് പൊക്കിയിരിക്കുകയാണ്. നല്ല അടുത്തുനിന്നുള്ള സ്ട്രൈക്ക് ആയിരുന്നു. പക്ഷേ ഹുക്കപ്പിൻ്റെ ടൈമിംഗ് കറക്റ്റ് ആയതുകൊണ്ട് ഇവനെ കരയിൽ കയറ്റാനായിട്ട് പറ്റി നമുക്ക്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവനെ കൊല്ലിലേക്ക് മാറ്റുവാണ്. മച്ചന്മാരെ മീനുകളുടെ അടി ആക്ടിവിറ്റിയും ഏറ്റവും കൂടി നിൽക്കുന്ന സമയമാണിത്. ഇതുപോലുള്ള രാവിലെ സമയത്തൊക്കെ നമ്മൾ വേട്ടയ്ക്കായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ലോഡ് കണക്കിന് മീനുകളെ ഇവിടുന്ന് അടിച്ച് കയറ്റി കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ സമയത്ത് അവർ ശരിക്കും ആക്റ്റീവായിരിക്കും. ഇരയെടുക്കും. മടയിലുള്ള മീനുകൾ പോലും ഇരയെടുക്കാനായിട്ട് മടയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയമാണിത്. ഈ സമയത്തൊക്കെ നമ്മുടെ ബെയ്റ്റ് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നല്ല തകർപ്പ് മീനുകളുടെ അടി നമ്മൾ ചൂണ്ടയിൽ കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് ഇവിടെ. മച്ചന്മാരെ അങ്ങനെ നമുക്ക് ഒരു കളർ ഫിഷ് കയറിയിരിക്കുകയാണ്. കഴിക്കാൻ പറ്റുന്ന മീനുകൾ ഉള്ളതുപോലെ തന്നെ നല്ല കല്ലും പവിഴപ്പുറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇതുപോലുള്ള നല്ല ഭംഗിയുള്ള മീനുകളും ഈ പൊഴിമുഖത്തുണ്ട്. നമ്മൾ ഇതുപോലെ മീനുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്യൂറത്തിൽ ഇടാനായിട്ട് കൊണ്ടുപോകാറുണ്ട് ഇവിടുന്ന്. മച്ചന്മാരെ വാഴ്മീനുകളുടെ കോട്ടയിൽ നമ്മുടെ മനോജേട്ടൻ തീപ്പൊരി കാസ്റ്റിങ്ങിലാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തീപ്പൊരി വാഴ്മീൻ മനോജേട്ടൻ്റെ ചൂടയിൽ ഇവിടുന്ന് കയറി പിടിക്കാം. ജിഗാണ് കാസ്റ്റിങ്ങായിട്ട് മനോജേട്ടൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മാരക ആക്ഷനാണ് ഈ ജിഗിന്. ശരിക്കും ഒരു അപകടം പറ്റിയ മീൻ പോലെ തന്നെയാണ് നമ്മൾ ഈ ജിഗിട്ട് തുള്ളിക്കുമ്പോൾ അതിൻ്റെ ആക്ഷൻ. മച്ചന്മാരെ കൊമ്പൻ മീനുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വള്ളത്തിലും നമ്മുടെ ചൂണ്ടക്കാർ ലൈവ് ചെമ്മീനിട്ട് മീനുകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊഴിമുഖമാണ്. അതുകൊണ്ട് തന്നെ കളാഞ്ചി, ചെമ്പല്ലി, ഹമ്മൂർ, വാഴ്മീൻ ഉൾപ്പെടെയുള്ള തകർപ്പ് മീനുകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. ലൈവ് ചെമ്മീനിലും അതുപോലെ തന്നെ ജിഗിലൊക്കെ ഇവിടെ തീപാർ സ്ട്രൈക്ക് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നമ്മുടെ മനോജേട്ടൻ ജിഗിട്ടാണ് തുള്ളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജിഗിന് മാരക ആക്ഷനാണ്. വാഴ്മീൻ, വറ്റ, വളകോടി പോലുള്ള മീനുകളുടെ കണ്ണിൽ ഈ ജിഗ് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ സമയമൊന്നും വേണ്ടിയല്ല സ്ട്രൈക്ക് കിട്ടാനായിട്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു തീപാർ സ്ട്രൈക്ക് ജിഗിൽ നമുക്ക് ഇവിടുന്ന് പ്രതീക്ഷിക്കാം. ഇവിടുന്ന് അടിക്കുന്ന വാഴ്മീൻ എന്ന് പറഞ്ഞാൽ ചെറിയ വാഴ്മീനൊന്നുമല്ല, മുട്ടം വാഴ്മീനുകൾ ഇവിടുന്ന് ജിഗിൽ കയറി അടിക്കും. മച്ചന്മാരെ നമ്മുടെ മനോജേട്ടൻ ഇപ്പോൾ ജിഗ് എറിഞ്ഞ് പിടിച്ച തകർപ്പം വാഴ്മീനാണിത്. കറക്റ്റായിട്ട് തന്നെ അവൻ ഹുക്ക് വെട്ടി വയലാക്കി കളഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെടാനുള്ള ഒരു അവസരവും കിട്ടിയില്ല. നല്ല ഫൈറ്റ്, നല്ല ഇടിവെട്ട് ഫൈറ്റായിരുന്നു, ഒന്നും പറയാനില്ല. നല്ല തകർപ്പം മീനാണ് കരക്ക് കയറിയിരിക്കുന്നത്.